കോട്ടയം ലോക്സഭാ സീറ്റിൽ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. BDJS നേതൃത്വം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിക്കുന്നു എന്നാണ് ആരോപണം. BJP നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അതൃപ്തി BDJS നേതൃത്വത്തെ അറിയിച്ചു. NDA ഘടകകക്ഷിയായ BDJSന് ലഭിച്ച കോട്ടയം സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ ധാരണയായി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തുറന്നു. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല. റബ്ബർ അടിസ്ഥാന വില വർദ്ധിപ്പിക്കുന്നതടക്കം ചില ഉറപ്പുകൾ ലഭിക്കാൻ വേണ്ടിയാണ് പ്രഖ്യാപനം നീട്ടുന്നത്. ഞാൻ നേരത്തെ വെച്ചിരുന്ന 1-2 ഡിമാൻഡുകളുണ്ട്. ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ്. ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും അതൃപ്തിയുണ്ടെങ്കിലും PC ജോർജ് ഒഴികെ ആരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. പ്രഖ്യാപനം വൈകുന്നതിന് പിന്നിൽ സീറ്റ് കച്ചവടമാണെന്നാണ് PC ജോർജിന്റെ ഗുരുതര ആരോപണം. റബ്ബർ വിലവർദ്ധനവിനെ കുറിച്ച് ആലോചിക്കാൻ നാളെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടായേക്കാം. അതിനിടെ കോട്ടയം മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നേറി കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.